റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാർ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തുവഫിയ സയ്യിദുനാ തുവഫിയ സഅദ് ഇബ്നു മുആദ്. അവിടുന്ന് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടു പോയി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. ഹബീബായ നബി തങ്ങൾ ആ മരണ വീട്ടിലേക്ക് റസൂലുള്ള ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ മരിച്ചതാകുന്ന വ്യക്തിയുടെ ജനാസയുമായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചിട്ട് ആ ജനാസ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അനുയായികൾ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലൂടെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. സഹാബത്ത് നോക്കുകയാണ് നബി തങ്ങളെ. അല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാല് നിലത്ത് കുത്താൻ പ്രയാസപ്പെടുകയാണ്. കാല് പരിപൂർണമായി നിലത്ത് കുത്തുന്നില്ല, തന്റെ വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നബി തങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടപ്പോ അനുയായികൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാലക യാ ഹബീബല്ലാഹ്, എന്തെങ്കിലും വിഷമമുണ്ടോ നബിയേ, എന്തെങ്കിലും പ്രയാസമുണ്ടോ നബിയേ? ഈ മദീനത്തൂടെ തെരുവിലൂടെ നടക്കാൻ അവിടുത്തെ കാലിൽ വല്ല ചരൽക്കല്ലുകൾ പതിച്ചിട്ടുണ്ടോ, വല്ല മുള്ളുകൾ തറച്ചിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് വിരലുകൾ മാത്രം കുത്തി നടക്കുന്നത്? എന്തുകൊണ്ട് പാദം കാലൂന്നുന്നില്ല? കാല് നിലത്ത് ശരിക്കും കുത്താതെ എന്തിനാണ് നടക്കുന്നത്? ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ഇതൊരു സാധാരണ വ്യക്തിയുടെ ജനാസയല്ല. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ കുലുങ്ങിപ്പോയ സഹാബ. മിൻ അജ്ലി ഖാരിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദ് അബാമിരി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹു വന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ കുലുങ്ങിപ്പോയത്രേ. ആ കുലുക്കമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഇദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ, ഈ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകളെ, ഒന്നല്ല സഹാബ, 10 സഹാബ, 1000 സഹാബ, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഈ ചെറിയ തെരുവിലൂടെ മലക്കുകളെ ഇറക്കിയിരിക്കുകയാണ്. ആ മലക്കുകൾ വന്നുകൊണ്ട് തിക്കും തിരക്കിലൂടെ നടക്കുന്നത് കാരണമായി എനിക്കെന്റെ കാല് നിലത്തൊന്ന് കുത്താൻ കഴിയുന്നില്ല, എന്റെ കാല് ശരിക്കും ഉറപ്പിക്കാൻ കഴിയുന്നില്ല സഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ഉമ്മ, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, കാത് കൊടുത്ത് ചിന്തിക്കണേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ, ഓർമ്മ പുതുക്കിക്കൊണ്ടെന്ന് ഓർക്കണേ. ഈ സദസ്സിലൂടെ മരണത്തെ കുറിച്ച് ഓർക്കണേ, ഖബറിനെ കുറിച്ച് ഓർക്കണേ, ഓർക്കണേ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതല്ലയോ ഖബർ? ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാള്, ഇല്ലെങ്കിൽ അടുത്ത മാസം, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുമെന്ന് ശാസ്ത്രം പറഞ്ഞ സമയത്ത് സൂറന്ന കാകളത്തിലൂടെ ഇസ്രാഫീൽ എന്ന നേരത്ത് മരിക്കേണ്ടവരല്ലയോ, ഖബറിലേക്ക് പോകേണ്ടവരല്ലയോ? ആ 6 മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകുമ്പോ എന്ത് അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ദുനിയാവിൽ കള്ളുകുടിച്ചു നടന്നു, ദുനിയാവിൽ വിചരിച്ചു നടന്നു, ദുനിയാവിൽ അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ട് നടന്നു, ദുനിയാവിൽ വീടി വലിച്ചുകൊണ്ട് നടന്നു, ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നു, ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നു, ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ നടന്നു, ദുനിയാവിൽ സദഖ കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ സകാത്ത് കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ ഹജ്ജ് ചെയ്യാതെ നടന്നു. പാവപ്പങ്ങളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രമാകാൻ, പരിശുദ്ധമാകുന്ന ദീനിനു വേണ്ടി സഹായിക്കാൻ എത്രയെത്ര അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു. പക്ഷേ നീ ഒന്നും നൽകിയില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ വീടിന്റെ കത്തലങ്ങളിൽ കണ്ണീരും കയ്യിലുമായി കഴിയുന്ന എത്രയെത്ര സഹോദരിമാരാണ് 35-40 വയസ്സെത്തിയതാകുന്ന സഹോദരി
സഹോദരിമാര് പ്രായം കഴിഞ്ഞിട്ടും അവരെ ഒന്ന് വിവാഹം കഴിപ്പിക്കാൻ, അവരുടെ വൈകാരിക തലത്തെ ഒന്ന് അണച്ചു കൊടുക്കാൻ കഴിയാത്ത മുസ്ലിമേ, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ എങ്ങനെയാ ഒരു മുഅ്മിനായിട്ട് തീരുക? എങ്ങനെയാണ് നിന്റെ ഖബർ ജീവിതം നന്നാക്കുക? ബഹുമാനപ്പെട്ട മുസഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ എങ്ങനെയാണ് വിട പറഞ്ഞു പോയത്? വെറുതെ വിട പറഞ്ഞു പോയതല്ല. അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. ആ സഅദ് ഇബ്നു മുആദിന് വേണ്ടി എണീറ്റ് നിൽക്കണേ. എണീറ്റ് നിൽക്കാൻ അനുയായികളെ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ചരിത്രം സാക്ഷിയാണ്. ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ലോകത്തിന്റെ നായകൻ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് അല്ലാതെ കാണാൻ സാധിക്കില്ല. അത്രത്തോളം റസൂലുള്ളാഹിക്ക് അടുത്ത് പോലും വല്ലാത്ത സ്ഥാനമുള്ള വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ്. അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചു പോയത്രേ മരണപ്പെട്ടപ്പോ. എല്ലാവരും വല്ലാത്തൊരു ശരീരിയിലേക്ക്, വല്ലാത്തൊരവസ്ഥ വിശേഷത്തിലേക്ക് ലോകം മുഴുവനും നീങ്ങിയ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ വിരൽ കുത്ത് നടക്കുന്നത്. ചോദിച്ചു പോയി അനുയായികൾ, എന്ത് പറ്റി നബിയെ? റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകൾ കടന്നു വന്നതിന്റെ പേരിൽ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. മലക്കുകളുടെ ആധിക്യത്താലെന്ന് പറഞ്ഞ പ്രവാചക പുങ്കവൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലും 6 മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോ ലഖദ് സമിഉതു സഹാബാ, ഞാൻ കേട്ടുപോയ സഹാബാ, ലഗ്തതം മിനൽ ഖബർ, ഖബറെടുക്കുന്ന ശബ്ദം, ഖബറിനെടുക്കുന്ന ശബ്ദം, ഖബർ വല്ലാതെ ഇടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർമ്മപടം കൊണ്ട് കേട്ടുപോയ സഹാബാ. അതുകൊണ്ട് സാബത്തെ സാബത്തെ, അമല് ചെയ്യാതെ അമലില്ലാതെ ഖബറിലേക്ക് പോകണ്ട സാബാ. ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, എന്റെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി